എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോബർട്ട് കിയോസാക്കിയുടെ വളരെ പ്രശസ്തമായ ഒരുപാട് പേരെ സ്വാധീനിച്ചൊരു പുസ്തകമില്ലേ, റിച്ച് ഡാഡ് പുവർ ഡാഡ്. അതിലെ പ്രധാന ആശയങ്ങളിലേക്കാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത്. ആ ഒരുപാട് കോപ്പികൾ വിറ്റുപോയ പുസ്തകമാണത്. അതെ, ഇതിലെ കിയോസാക്കി പറയുന്നത് അദ്ദേഹത്തിന് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു എന്നാണ്. ഒരാൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ സാമ്പത്തികമായി പിന്നിലാണ്. അദ്ദേഹത്തെയാണ് പാവപ്പെട്ട അച്ഛനെന്ന് വിളിക്കുന്നത്. മറ്റേയാള് അധികം സ്കൂളിലൊന്നും പോയിട്ടില്ല, പക്ഷെ ഭയങ്കര സമ്പന്നനാണ്. അദ്ദേഹമാണ് സമ്പന്നനായ അച്ഛൻ. അതെ. ഈ പുസ്തകത്തിലെ ഒരു പ്രധാന ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാമ്പത്തിക ഭാവി അത് നമ്മുടെ ചിന്താഗതിയെ ആശ്രയിച്ചിരിക്കും, അല്ലാതെ നമ്മുടെ ജോലിയെയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആശയങ്ങൾ ഒന്ന് വേർതിരിച്ചെടുത്ത് പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ ഒന്ന് പുതിയ രീതിയിൽ കാണാൻ സഹായിക്കാനാകും എന്ന് കരുതുന്നു. തീർച്ചയായും ആ ചിന്താഗതിയിലുള്ള വ്യത്യാസം അതാണ് ഏറ്റവും പ്രധാനം. ഒരാൾ പറഞ്ഞത് നല്ല ജോലി നോക്ക്, സ്ഥിര വരുമാനമുണ്ടാക്ക് എന്നൊക്കെയാണ്. പാവപ്പെട്ട അച്ഛന്റെ ലൈൻ. അതെ. മറ്റേയാൾ സമ്പന്നനായ അച്ഛൻ ഊന്നൽ കൊടുത്തത് സാമ്പത്തിക വിദ്യാഭ്യാസം നേടുന്നതിലാണ്. പിന്നെ പണം എങ്ങനെ നമുക്കു വേണ്ടി ജോലി ചെയ്യിക്കാം എന്ന് പഠിക്കുന്നതിലും. പുസ്തകത്തിന്റെ കാതൽ തന്നെ അതാണ്. പണത്തിനു വേണ്ടി ജോലി ചെയ്യാതെ പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക. നമുക്ക് അതിലേക്ക് കടക്കാം. ഈ രണ്ടച്ഛന്മാരുടെ ഉപദേശങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരാൾ പറയുന്നത് പണത്തിനോടുള്ള ആർത്തിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നാണ്. ഓ, മറ്റേയാള് നേരെ തിരിച്ച്. അതെ, മറ്റേയാള് പറയുന്നു പണമില്ലാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന്. ഒരേ കാര്യം, പക്ഷെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ. ശരിയാണ്. അതുപോലെ വേറൊന്ന്, പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയും സൂക്ഷിച്ചു കളിക്കണം, റിസ്ക് ഒന്നും എടുക്കരുത്. സേഫ് ഗെയിം. പക്ഷേ സമ്പന്നനായ അച്ഛൻ പറയുന്നതോ റിസ്കുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ്. അതാണ് വ്യത്യാസം. വീടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും. ഒരാൾക്ക് വീട് എന്നത് ഏറ്റവും വലിയൊരു നിക്ഷേപം, ഒരു അസറ്റ്. പണം ഇങ്ങോട്ട് തരുന്ന ഒന്ന്. മറ്റേയാൾക്കോ അതൊരു ബാധ്യതയാണ്, ഒരു ലൈബിലിറ്റി, പണം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒന്ന്. ഈ അസറ്റ് ലൈബിലിറ്റി എന്ന ആശയം അത് വളരെ പ്രധാനമാണ് ഈ പുസ്തകത്തിൽ. അത് ശരിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാറ്റം, എനിക്കിത് വാങ്ങാൻ കാശില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിത് എങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കാൻ സമ്പന്നനായ അച്ഛൻ പഠിപ്പിച്ചു. ആദ്യത്തെ ചിന്ത നമ്മുടെ മനസ്സിനെ അവിടെ നിർത്തും, പക്ഷേ രണ്ടാമത്തെ ചോദ്യം സാധ്യതകൾ തുറക്കും, ക്രിയേറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതെ, അത് നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ചിന്തകൾ നമ്മുടെ സാമ്പത്തിക ഭാവിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന്? തീർച്ചയായും. ആ ചോദ്യം, എങ്ങനെ വാങ്ങാൻ കഴിയും എന്ന ചോദ്യം, അത് വെറുമൊരു ചോദ്യമല്ല, അതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് കൂട്ടും. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളില്ലേ, അതാണ് നമ്മുടെ പുറമേയുള്ള സാമ്പത്തിക അവസ്ഥയെ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കൂളിലൊന്നും ഇത് പഠിക്കുന്നില്ലല്ലോ. ഇല്ല, അതാണ് പ്രശ്നം. ചരിത്രവും കണക്കുമൊക്കെ പഠിക്കും, പക്ഷേ പണം മാനേജ് ചെയ്യാൻ അതധികം പഠിപ്പിക്കുന്നില്ല. അപ്പം നമ്മളെ എവിടെ നിന്നാ പഠിക്കുക? വീട്ടിൽ നിന്ന്. അതെ, അച്ഛനമ്മമാര് പറയുന്നത് കേട്ട്. അവർക്ക് തന്നെ ചിലപ്പോ ഇതിനെക്കുറിച്ച് വലിയ ധാരണ കാണില്ല. അപ്പോൾ ആ ധാരണകളും നമുക്കും കിട്ടും. ഈ പഴയ ചിന്തകളെ അതിനെ ഒന്ന് മാറ്റിപ്പണിയണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പുസ്തകത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എലിപ്പന്തയം, അല്ലെങ്കിൽ റാറ്റ് റേസ്. റാറ്റ് റേസ്. എന്താണത്? രാവിലെ എഴുന്നേൽക്കുന്നു, ചിലപ്പോ ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകുന്നു, മാസാമാസം ശമ്പളം കിട്ടുന്നു, അത് വച്ച് ബില്ലുകൾ അടയ്ക്കുന്നു. അതെ, പിന്നെ അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കുന്നു. ശമ്പളം കൂടിയാലോ ചെലവും കൂടും. അതെ, കുറച്ചുകൂടി വലിയ വീട്, നല്ല കാറ്, അപ്പോൾ വീണ്ടും കൂടുതൽ പണത്തിനായി ഓട്ടം. ഇതൊരു തീരാത്ത ചക്രം പോലെയാണ്. ഇതിന് പിന്നിൽ രണ്ട് പ്രധാന വികാരങ്ങളുണ്ട്. ഒന്ന് ഭയം. പണം തീരുമോ എന്ന ഭയം, ജോലി പോകുമോ എന്ന ഭയം. അതെ. രണ്ടാമത്തേത് അത്യാഗ്രഹം. കൂടുതൽ വേണം, മറ്റുള്ളവരെ പോലെ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം. ശരിയാണ്. പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, കിയോസാക്കിക്ക് ചെറുപ്പത്തിൽ സമ്പന്നനായ അച്ഛൻ മണിക്കൂറിന് 10 സെന്റ് വെച്ച് ജോലി കൊടുത്തത്. ഓർക്കുന്നു. അവർക്ക് ദേഷ്യം വന്നു, ഇത്ര കുറഞ്ഞ ശമ്പളമോ എന്ന് ചോദിച്ചപ്പോൾ. അപ്പോഴാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് പണം എങ്ങനെയാണ് ഈ ഭയത്തെയും അത്യാഗ്രഹത്തെയും ഉപയോഗിച്ച് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന്. രസമുള്ള കാര്യം, പിന്നീട് അവർക്ക് ശമ്പളമേ വേണ്ട, ഫ്രീ ആയി ജോലി ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ്. അതെ, അപ്പോഴാണ് അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയത്, അവസരങ്ങൾ കാണാൻ പറ്റിയത്. ചുറ്റും നോക്കിയപ്പോൾ അവർ പഴയ കോമിക് പുസ്തകങ്ങൾ കണ്ടു. അതൊരവസരമാക്കി മാറ്റി. അതെ, ഒരു ചെറിയ ലൈബ്രറി പോലെ കുട്ടികൾക്ക് വാടകയ്ക്ക് കൊടുത്തു.
അവർ അവിടെ ഉണ്ടാകണമെന്നില്ല, പക്ഷേ പണം വന്നുകൊണ്ടിരുന്നു. അതാണ് പണം അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങിയ അനുഭവം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. എന്താണ് ആ വ്യത്യാസം? ഒന്നുകൂടി ലളിതമായി പറയാമോ? കിയോസാക്കിയുടെ നിർവചനം സിമ്പിളാണ്. ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരും. ഓക്കെ. ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം പുറത്തേക്ക് കൊണ്ടുപോകും. ഉദാഹരണങ്ങൾ? ഇപ്പോ നിങ്ങൾക്ക് വാടക കിട്ടുന്ന ഒരു കെട്ടിടം, അതൊരു ആസ്തിയാണ്. അല്ലെങ്കിൽ ലാഭവിഹിതം തരുന്ന ഓഹരികൾ. ശരി. ബാധ്യതയോ നിങ്ങൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ, ക്രെഡിറ്റ് കാർഡ് കടം. ഇതൊക്കെ പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബാധ്യതകളാണ്. പക്ഷെ പലരും സ്വന്തമായി താമസിക്കുന്ന വീടിനെ ഒരു വലിയ ആസ്തിയായി കാണാറില്ലേ? അതാണ് സാധാരണ സംഭവിക്കുന്ന തെറ്റ്. വീട് നമുക്ക് താമസിക്കാൻ വേണം, പക്ഷെ സാമ്പത്തികമായി നോക്കിയാൽ അതിന്റെ ലോൺ തിരിച്ചടവ്, ടാക്സ്, മെയിന്റനൻസ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പണം എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പണം ഇങ്ങോട്ട് തരുന്നില്ല. ഇല്ല, അത് നമ്മളെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഒരുപക്ഷേ നമ്മളെ ആ റാറ്റ് റേസിൽ കൂടുതൽ കുടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് ആസ്തികളാണോ ബാധ്യതകളാണോ എന്ന്. അതെ, നിങ്ങളുടെ പണം എങ്ങോട്ടാണ് ഒഴുകുന്നത്, നിങ്ങളുടെ മാസവരുമാനം എവിടെയെല്ലാം പോകുന്നു, ഇതൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതാണ്. അടുത്തൊരു പ്രധാന പോയിന്റ് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കമ്പനി തുടങ്ങണമെന്നാണോ? അങ്ങനെയല്ല. പുസ്തകത്തിൽ മക്ഡൊണാൾഡ്സിന്റെ കഥ പറയുന്നുണ്ട്. സ്ഥാപകൻ റേ ക്രോക്ക്. ഹാംബർഗറിന്റെ കാര്യം. അതെ. അദ്ദേഹം ഒരിക്കൽ വിദ്യാർത്ഥികളോട് ചോദിച്ചു, എന്റെ ബിസിനസ് എന്താണെന്ന്. എല്ലാവരും പറഞ്ഞു ഹാംബർഗർ. പക്ഷേ അതായിരുന്നില്ല ഉത്തരം. അല്ല. ക്രോക്ക് പറഞ്ഞു, എന്റെ ബിസിനസ് ഹാംബർഗർ അല്ല, റിയൽ എസ്റ്റേറ്റ് ആണ്. കാരണം ഓരോ മക്ഡൊണാൾഡ്സ് കടയും ഇരിക്കുന്ന ആ സ്ഥലം, ലൊക്കേഷൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആസ്തി. ഓ, അപ്പോ നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മുടെ ബിസിനസ്സും രണ്ടും രണ്ടാണ്. കറക്റ്റ്. നിങ്ങളൊരു ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, അത് നിങ്ങളുടെ തൊഴിൽ. പക്ഷേ നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങളുടെ ആസ്തികളുടെ കൂട്ടമാണ്, ആ അസറ്റ് കോളം. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്ത ശമ്പളം വാങ്ങുന്നതിനോടൊപ്പം ആ ശമ്പളത്തിന്റെ ഒരു ഭാഗമെടുത്ത് സ്വന്തമായി ആസ്തികളുണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഈ ആസ്തികളെന്ന് പറയുന്നത്? നമ്മുടെ നേരിട്ടുള്ള ഇടപെടൽ അധികം ആവശ്യമില്ലാതെ നമുക്ക് വരുമാനം തരുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഓഹരികൾ, ബോണ്ടുകൾ, വാടകയ്ക്ക് കൊടുത്ത വീടോ കടയോ, അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം എഴുതി അതിന്റെ റോയൽറ്റി കിട്ടുന്നു. ബൗദ്ധിക സ്വത്തുക്കൾ. അതെ. അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് വരുമാനം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുസ്തകത്തിൽ പറയുന്നുണ്ട്, വില കൂടിയ കാറോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങേണ്ടത് ഈ ആസ്തികളിൽ നിന്നുള്ള വരുമാനം കൊണ്ടാകണം, അല്ലാതെ ശമ്പളം കൊണ്ടോ കടം വാങ്ങിയോ ആകരുതെന്ന്. അത് പ്രധാനമാണ്. സമ്പന്നരായ ആളുകൾ അവർ പലപ്പോഴും അവരുടെ ആസ്തികളെ ഒരു കമ്പനി രൂപീകരിച്ച് അതിന്റെ കീഴിൽ കൊണ്ടുവരും. കോർപ്പറേഷൻസ്. അതെന്തിനാണ്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നികുതി ലാഭിക്കാൻ സഹായിക്കും. അതെങ്ങനെ? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ വ്യക്തികൾ പണം സമ്പാദിക്കുന്നു, ആദ്യം ടാക്സ് കൊടുക്കുന്നു, ബാക്കി ചെലവാക്കുന്നു. ശരിയാണ്. പക്ഷേ ഒരു കോർപ്പറേഷന് പലപ്പോഴും പണം സമ്പാദിച്ച് അതിൽ നിന്ന് ബിസിനസ്സിനാവശ്യമുള്ള ചിലവുകളൊക്കെ കഴിച്ച് ബാക്കി വരുന്ന ലാഭത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതിയാകും. ഓ, അതൊരു നിയമപരമായ വഴി തന്നെ. അതെ. പക്ഷേ ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമാണോ? ഒരു കമ്പനി തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ? നല്ല ചോദ്യം. എല്ലാവർക്കും തുടക്കത്തിൽ ഒരു കോർപ്പറേഷൻ തുടങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റേതായ ചെലവുകളും നിയമവശങ്ങളുമുണ്ട്. അതെ. പക്ഷേ കിയോസാക്കി അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ആ സാമ്പത്തിക അറിവിന്റെ, ഫൈനാൻഷ്യൽ ഐക്യുവിന്റെ പ്രാധാന്യമാണ്. ഫിനാൻഷ്യൽ ഐക്യു. അതെ. അതിന് പ്രധാനമായും 4 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അക്കൗണ്ടിംഗ്, അതായത് കണക്കുകൾ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, വരവ്, ചെലവ്, ഇതൊക്കെ. ഓക്കേ. 2, നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ്, പണം എങ്ങനെ കൂടുതൽ പണത്തെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ്. മൂന്നാമത്തേതോ? മാർക്കറ്റിനെക്കുറിച്ചുള്ള അറിവ്, വിപണി, സപ്ലൈ, ഡിമാൻഡ്, അവസരങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ശരി. 4-മത്തേത് നിയമം. അതെ, ടാക്സ് നിയമങ്ങൾ, കമ്പനി നിയമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അടിസ്ഥാന ധാരണ. ഈ 4 കാര്യങ്ങളിലും അറിവ് നേടുമ്പോഴാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഐക്യു കൂടുന്നത്. അപ്പോ ഈ അറിവുകൾ വെച്ച് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ആസ്തികൾ കണ്ടെത്താനും വളർത്താനും പറ്റും. ആക്കി തുടങ്ങാമെന്ന് ചിന്തിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ്,
പണം കണ്ടുപിടിക്കുക എന്നതാണ്. അവസരങ്ങൾ ശരിക്കും നമ്മുടെ കൺമുന്നിലുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നാണോ? ഒരു പരിധിവരെ അതെ. അത് കാണണമെങ്കിൽ ഈ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിയും വേണം, കുറച്ച് ധൈര്യവും വേണം. പുസ്തകത്തിൽ കിയോസാക്കി ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് തകർന്ന സമയത്ത്. ആ ഫീനിക്സിലെ കഥ. അതെ, ആളുകളൊക്കെ പേടിച്ച് വീട് വിൽക്കാൻ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഏകദേശം $75,000 വിലയുണ്ടായിരുന്ന വീടുകൾ വെറും $20,000 കിട്ടി. അതെ, എന്നിട്ട് അധികം വൈകാതെ അത് $60,000 വിറ്റു. വാങ്ങിയ ആൾ പണം കുറേശ്ശെയായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലാസ്, ആ പ്രോമിസറി നോട്ട്, അതൊരു പുതിയ ആസ്തിയായി മാറി. $40,000 ഒരു അസറ്റ്. അതെ, പണമുണ്ടാക്കുകയല്ല, ഒരു അവസരം കണ്ടെത്തുകയാണ് ചെയ്തത്. അതിന് അറിവ് മാത്രം പോരാ, ധൈര്യവും വേണം, റിസ്ക് എടുക്കാനുള്ള മനസ്സ്. പക്ഷേ ഈ സാമ്പത്തിക വിദ്യാഭ്യാസമൊക്കെ നേടിയാലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലേ? ഉണ്ട്. പുസ്തകത്തിൽ 5 പ്രധാന തടസ്സങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഭയം, പണം നഷ്ടപ്പെടുമോ എന്ന ഭയം. വളരെ കോമൺ ആണ്. രണ്ടാമത്തേത് സംശയം, സിനിസം. ഓ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെയുള്ള ചിന്ത. അതെ. മൂന്നാമത്തേത് മടി, ലേസിനെസ്, നാളെ ചെയ്യാം, പിന്നെ നോക്കാം എന്നൊക്കെ. നാലാമത്തേത് ദുശ്ശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ്. പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിലെ ദുശ്ശീലങ്ങൾ, വരവിനേക്കാൾ ചെലവാക്കുക. അഞ്ചാമത്തേതോ അഹങ്കാരം, അരഗൻസ്, എനിക്കെല്ലാം അറിയാം, ഇനി പുതിയതൊന്നും പഠിക്കാനില്ല എന്ന ഭാവം. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇതിലേതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നതെന്ന്. തീർച്ചയായും. ഭയത്തെ നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. പരാജയപ്പെടുമോ എന്ന ഭയം. പരാജയം വിജയത്തിലേക്കുള്ള വഴിയിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ടെക്സാസുകാർ റിമെമ്പർ ദ അലമോ എന്ന് പറയുന്നത് പോലെ. ആ, യുദ്ധത്തിലെ പരാജയത്തെ ഓർത്തവർ ഊർജം കൊള്ളുന്നു. അതെ, അതുപോലെ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളെ പാഠങ്ങളാക്കണം. പിന്നെ സംശയം, മറ്റുള്ളവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, റിയൽ എസ്റ്റേറ്റോ അതിനൊക്കെ മെനക്കെടാൻ ആരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതിനെ അപ്പാടെ തള്ളിക്കളയരുത്. എന്നാൽ അതിൽ വീണു പോകുകയും അരുത്. ഒന്ന് വിശകലനം ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറൊരാളെ മാനേജറായി വെച്ച് കാര്യം നടത്താൻ പറ്റുമായിരിക്കും. ശരിയാണ്. പിന്നെ മടിയെയും ദുശ്ശീലങ്ങളെയും മറികടക്കാൻ ഒരു നല്ല ടെക്നിക്കാണ് നിങ്ങൾക്ക് ആദ്യം ശമ്പളം നൽകുക. പേ യുവർസെൽഫ് ഫസ്റ്റ്. അതെങ്ങനെയാണ്? വരുമാനം കിട്ടുമ്പോൾ തന്നെ ആദ്യം ഒരു നിശ്ചിത ശതമാനം, ഒരു 10% നിങ്ങളുടെ നിക്ഷേപത്തിനോ ആസ്തി വാങ്ങാനോ ആയി മാറ്റിവെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ജീവിക്കുക. അതെ, ഇത് തുടക്കത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. ബിൽ അടയ്ക്കാൻ പൈസ തികഞ്ഞില്ലെന്നു വരും. അപ്പോൾ ഒരു പ്രഷർ വരും. അതെ, ആ പ്രഷർ നിങ്ങളെ പുതിയ വരുമാനമാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കും. സാമ്പത്തിക അച്ചടക്കം വരും. കേണൽ സാൻഡേഴ്സിന്റെ കഥ ഓർമ്മ വരുന്നു. KFC. അതെ, 66 വയസ്സിൽ കയ്യിലാകെയുണ്ടായിരുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് മാത്രമാണ്. എന്നിട്ടും അദ്ദേഹം ആ ചിക്കൻ റെസിപ്പിയുമായി ഇറങ്ങി കോടീശ്വരനായി. അപ്പൊ പ്രായമോ സാഹചര്യമോ ഒന്നുമൊരു തടസ്സമല്ല. നമ്മുടെ ഉള്ളിലെ ആ സംശയങ്ങളെയും ഭയങ്ങളെയും അദ്ദേഹത്തിന്റെ ചിക്കൻ പോലെ വറുത്തു കളയാൻ നമുക്ക് പറ്റണം. കൊള്ളാം. അപ്പോ ഇത്രയൊക്കെ കേട്ടു. ഇനി എവിടെ തുടങ്ങണം? എന്തെങ്കിലും പ്രായോഗികമായ വഴികൾ പുസ്തകം പറയുന്നുണ്ടോ? ഉണ്ട്. അവസാന ഭാഗത്ത് ഒരു 10 സ്റ്റെപ്സ് പറയുന്നുണ്ട്. നമുക്കതിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം. ഓക്കെ. ഒന്നാമതായി, എന്തിനാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെടേണ്ടത് എന്നതിന് ശക്തമായ ഒരു കാരണം കണ്ടെത്തുക. ഫൈൻഡ് യുവർ വൈ. വെറുതെ പണം വേണമെന്നല്ല, എന്തിന്? അതെ, ആ കാരണം. അത് ചിലപ്പോൾ കുടുംബമാകാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാകാം. ആ എന്തിന്, വൈ, എത്ര ശക്തമാണോ അത്രയും എളുപ്പത്തിൽ എങ്ങനെ എന്നതിലേക്ക് എത്താം. ശരിയാണ്. രണ്ടാമതായി, നമ്മുടെ കൂടെയുള്ള ആളുകൾ. വളരെ പ്രധാനം. നിങ്ങളുടെ സുഹൃത്തുക്കൾ. നിങ്ങൾ ആരുമായിട്ടാണ് സമയം ചെലവഴിക്കുന്നത്? പണത്തെക്കുറിച്ച് പോസിറ്റീവായി സംസാരിക്കുന്ന, നിങ്ങളെക്കാൾ അറിവുള്ള, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായി കൂട്ടുചേരുക. നെഗറ്റീവ് പറയുന്നവരിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ്. അതെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പേ യുവർസെൽഫ് ഫസ്റ്റ് എന്ന ശീലം, അതൊരു ജീവിത രീതിയാക്കുക. പിന്നെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും. പുസ്തകത്തിൽ പറയുന്നത് ധാരാളം ഓഫറുകൾ കൊടുക്കുക എന്നാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണ് താൽപ്പര്യമെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ കാണുക, വില ചോദിക്കുക, ഓഫർ വയ്ക്കുക.
ഒരുപാടെണ്ണം കാണുമ്പോൾ നല്ലത് തിരഞ്ഞെടുക്കാൻ പഠിക്കും. അതെ, അതുപോലെ മാർക്കറ്റ് ഇടിയുമ്പോൾ, മറ്റുള്ളവർ പേടിച്ച് വിൽക്കാൻ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് വിലപേശി വാങ്ങാൻ ശ്രമിക്കുക. ഷോപ്പ് ഫോർ ബാർബെയിൻസ്. വാറൻ ബഫറ്റ് തന്ത്രം. അതുതന്നെ. പക്ഷേ ഏറ്റവും പ്രധാനം ചെറുതായി തുടങ്ങുക എന്നതാണ്. എല്ലാം പഠിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതരുത്. അരുത്. സാമ്പത്തിക വിദ്യാഭ്യാസം നേടാൻ സമയം കണ്ടെത്തണം, ചിലപ്പോൾ കുറച്ചു പണം നിക്ഷേപിക്കണം. പുസ്തകങ്ങൾ വായിക്കുക, കോഴ്സുകൾ ചെയ്യുക, സെമിനാറുകളിൽ പങ്കെടുക്കുക. ഒരു ഫോർമുല പഠിക്കുക, അത് ചെയ്തു നോക്കുക, അതിലെ കുറച്ച് എക്സ്പേർട്ട് ആവുക, എന്നിട്ട് അടുത്തതിലേക്ക് പോകുക. തെറ്റുകൾ പറ്റിയേക്കാം, പക്ഷെ അതിൽ നിന്ന് പഠിക്കണം. വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. സാമ്പത്തിക അച്ചടക്കം വേണം. അതെ, വരുമാനം കൂട്ടുന്നതിനൊപ്പം ചെലവ് നിയന്ത്രിക്കാനും പഠിക്കണം. അപ്പോ ഈ ചർച്ച കേട്ടതിനു ശേഷം നിങ്ങൾക്കിപ്പത്തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ ഒരു സാമ്പത്തിക പുസ്തകം വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഒരു മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതാകാം, അതുമല്ലെങ്കിൽ അനാവശ്യമായ ഒരു ചെലവ് ഇന്ന് തന്നെ ഒഴിവാക്കുന്നതാകാം. ശരിയാണ്. അപ്പോ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം നൽകുന്ന ഒരു പ്രധാന സന്ദേശം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് തുടങ്ങുന്നു എന്നതാണ്. അതെ, നമ്മുടെ തലച്ചോറിലാണ് തുടക്കം. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ ചിന്തകളെ, ഭയങ്ങളെ, അതിനെയൊക്കെ ചോദ്യം ചെയ്യണം. സാമ്പത്തിക സാക്ഷരത നേടണം. ലളിതമായി പറഞ്ഞാൽ ആസ്തി എന്താണ്, ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആസ്തികൾ വാങ്ങിക്കൂട്ടണം. നമ്മുടെ ജോലിക്കൊപ്പം തന്നെ സ്വന്തം ബിസിനസ്സിൽ, അതായത് ആസ്തികളിൽ ശ്രദ്ധിക്കണം. ഉള്ളിലുള്ള തടസ്സങ്ങളെ, ഭയം, സംശയം, മടി, ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് മറികടക്കാനുള്ള ധൈര്യം കാണിക്കണം. ഓർക്കേണ്ട കാര്യം, പണം എന്നത് ഒരു വില്ലനല്ല, അതൊരു ഉപകരണം മാത്രമാണ്, ഒരാശയം. ആ ആശയത്തെ, ആ പണത്തെ നമുക്കനുകൂലമായി ഉപയോഗിക്കാനുള്ള കഴിവാണ് സാമ്പത്തിക ബുദ്ധി, ഫൈനാൻഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ പോകുന്നതിനു മുൻപ് ഒരവസാന ചിന്ത കൂടി. നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാമെന്നാണ്. ശമ്പളം എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ വല്ല ലോട്ടറിയും അടിക്കുമോ, അങ്ങനെയൊക്കെ. ശരിയാണ്. പക്ഷെ കിയോസാക്കി ഊന്നി പറയുന്നത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എത്രത്തോളം സൂക്ഷിക്കുന്നു, ആ പണം നിങ്ങൾക്ക് വേണ്ടി എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ശമ്പളം എന്നതിനത്രം ചിന്തിക്കണം. അതെ, നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കു കൂടി പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ പടുത്തുയർത്തി തുടങ്ങാം? അതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. തീർച്ചയായും.